ഞായറാഴ്ചയാണ് ഓർമ്മയില്ലാതെ ഞാൻ ഒരു ജനശതാബ്ദി എക്സ്പ്രസ് ഉണ്ട് കണ്ണൂരിൽ നിന്ന് വരുന്നത്. അതിൽ പുറപ്പെട്ടാൽ കായംകുളത്ത് രാവിലെ ഒരു 12 മണിയാകുമ്പോഴേക്ക് എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് ജനശതാബ്ദി ഇല്ല, ഞായറാഴ്ച കൊടുക്കില്ല, അത് ഇല്ലാത്തതാണ്. ഞാൻ കുടുങ്ങിപ്പോയി. പിന്നെ പല ട്രെയിനും നോക്കി, ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട്, എല്ലാ ട്രെയിനും എത്താൻ വൈകും, ഇവിടെ കൃത്യം 2 മണിക്ക് തുടങ്ങും എന്ന് ഇവിടെ പറഞ്ഞു. കൃത്യം 2 മണി. അപ്പൊ കൃത്യം 2 മണി പറഞ്ഞാൽ കൃത്യം 1:60 തുടങ്ങി. അതുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് അവസാനം ഒരു സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം വരുന്നൊരു ട്രെയിൻ കിട്ടി. അത് 3:10 കണ്ണൂരിൽ നിന്ന് എന്റെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിർത്തില്ല. ഞാനൊരു ടാക്സി വിളിച്ച് രാത്രി 1:30 പുറപ്പെട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഭാര്യ എന്നോട് ചോദിച്ചു ഇങ്ങോട്ടായിരുന്നു. അപ്പൊ ഞാൻ പോകുന്ന സ്ഥലം എന്താണ് പരിപാടി എന്ന് പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ ലക്ഷ്യബോധമുണ്ട്. എവിടത്തേക്കാ പോകുന്നതെന്ന് തിരിച്ചറിയുന്നത് പുറമെ ഞാൻ വന്ന വഴിയും അറിയണം. A leader one who knows the way. knows the way. Way എന്ന് പറയുന്നത് മുന്നോട്ട് പോകേണ്ട വഴി മാത്രം പറഞ്ഞാൽ പോരാ, കടന്നു വന്ന വഴികളും അറിയണം. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ എന്നറിയാൻ പറ്റും. മനസ്സിലായോ? അതറിയണമെങ്കിൽ കടന്നു വന്ന വഴികൾ അറിയണം. പക്ഷിപുരാദികൾക്ക് കടന്നു വന്ന വഴികൾ അറിയണം. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പശുവിനോ പട്ടിക്കോ പൂച്ചക്കോ അറിയാമോ ഈ കൊല്ലം ജില്ലയാണ് എവിടെയാണ്, എവിടെയാണ് കൊട്ടാരക്കര, ഇവിടെ ആരായിരുന്നു രാജ്യം ഭരിച്ചത്, ചടയമംഗലം എവിടെയാണ് എന്നറിയുമോ? ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയില്ല, നടന്നു വന്ന വഴികൾ അറിയില്ല, അപ്പനപ്പൂപ്പന്മാരെ പറ്റി അറിയില്ല. ഞാൻ ഇവിടെ വന്ന ഉടൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മെട്രോപൊളിറ്റിയോട് സംസാരിച്ചത് അദ്ദേഹത്തിന്റെ പേര്, ആ പേരുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ നാടകം എന്ന കലയുണ്ടായതിന്റെ പുറകിൽ ദിവനാസിയോസ് എന്ന് പറയുന്ന ദേവന്റെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടിട്ട് നാടകം എന്ന കല രൂപപ്പെട്ടത്. ദിവനാസിയോസിന് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്ക് മൈതാനത്തിൽ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിൽ നിന്നാണ് നാടക കലയുണ്ടായത്. എത്ര വർഷം മുമ്പാ? ഏതാണ്ട് 2000 വർഷം മുമ്പുള്ള കഥ ഞാൻ അധ്യക്ഷനുമായിട്ട് സംസാരിച്ചു. നമുക്കറിയാം എവിടെ നിന്നാണ്, നമുക്ക് ചരിത്രം അറിയാം, കടന്നു വന്ന വഴികൾ അറിയാം, അത് വഴി അറിയണം. യുവാക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ പുതിയ യുവാക്കൾ പറയുന്നു എവിടുന്നാ വന്നത് നോക്കണ്ട, എവിടെ നിന്നെത്തി എന്നറിവീര, ഏതാണ് ലക്ഷ്യമെന്നറിവീര, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ പേടുന്ന പാപൻ ഞാൻ, പേടുന്ന പാപൻ ഞാൻ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ കടന്നു വന്ന വഴികൾ അറിയണം, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. ഇവിടെ 6 പേർക്ക് ഞാനാണ് ഈ വണ്ടി ഓടിക്കുന്നതെന്ന് തിരിച്ചറിവുണ്ടായി. മറ്റുള്ളവർക്ക് തിരിച്ചറിവില്ലാത്തത് ഇത് കുസൃതി ചോദ്യമായതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, പഠിക്കുന്ന സമ്മാനം വാങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പഠന സമ്പ്രദായത്തിൽ കുഴപ്പമുണ്ട്. ആ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത്. നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ശീലം ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. ഇതല്ലേ നമ്മുടെ ശീലം? യഥാർത്ഥ വിദ്യാർത്ഥി ചോദ്യം പഠിക്കുന്നവനാണ്. ചോദ്യം പഠിക്കുന്നവൻ, ചോദ്യം ചോദിക്കുന്നവനാണ് നല്ല വിദ്യാർത്ഥി. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിൽ എത്തുകയാണ്. ഉത്തരം പഠിച്ചിട്ട് കാര്യം. ഞാനൊരു ചോദ്യം ചോദിക്കാം കുട്ടികളോട്. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കുക? ഉള്ളവർ ഇല്ലാത്തവരോട് ചോദിക്കുമോ, ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കുമോ? ഇല്ലാത്തവർ ഉള്ളവരോട് ചോദിക്കും. സ്കൂളിൽ അറിവുള്ളതും ആ അധ്യാപകനാണ് കുട്ടികളാണ്.
അധ്യാപകരല്ലേ അറിവുള്ളത്, ഇല്ലാത്തവർ കുട്ടികൾ. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത്? അപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? കുട്ടികളല്ലേ. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകർ. ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? അധ്യാപകർ. ഉത്തരം പറയേണ്ടത് ആരാ? ഉത്തരം അറിയത് നിങ്ങൾ സ്കൂളിൽ പോവോ? ഉത്തരം അറിയാത്ത കൊണ്ടല്ലേ പോകുന്ന. പിന്നെ ഏത് ഉത്തരം ചോദിക്കുന്നത്? മോനിയോ എന്താ പേര്? കെവിൻ. എന്റെ ഫോണ് കെവിന് കൊടുക്കും. വന്നുകൊണ്ട് എന്റെ ഫോണ് കെവിന് കൊടുക്കും. എന്തിനാ കൊടുത്തത് മോൻ അറിയില്ല. ഫോണല്ല നോക്കുന്നത്, എന്നെയാ നോക്കുന്നത്. ആ ഫോൺ ഏത് കമ്പനിയാ? നോക്കിയ 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 ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങി. എന്തിനാണ് വാങ്ങിയതവൻ? ഞാൻ ചോദിക്കുന്നത് തിരിച്ചു തരാൻ വേണ്ടിയല്ലേ വാങ്ങി. ഇപ്പൊ കെവിന്റെ കയ്യിൽ ഇപ്പൊ ഫോണുണ്ടോ? ഇല്ല. ഇതുപോലെ അധ്യാപകർ കുറെ ഉത്തരം നിങ്ങൾക്ക് തരും. നിങ്ങൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? ഇല്ല. അധ്യാപകർ വന്നാൽ വാങ്ങണ്ടേ? വാങ്ങി. എന്തിനാ വാങ്ങുന്ന? അധ്യാപകൻ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ അധ്യാപകൻ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു. പരീക്ഷയ്ക്ക് ചോദിച്ചു തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ തിരിച്ചു തന്നപ്പോ കെവിന്റെ കയ്യിൽ ഇപ്പൊ ഫോണെന്താ? അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളെ കയ്യിൽ ഉത്തരവില്ല. മനസ്സിലായോ? ഈ വിഡിത്തം മനസ്സിലായോ? അതുകൊണ്ട് ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്? ആ ചോദ്യം ചോദിച്ചിട്ടാണ് മെട്രോപൊളിറ്റൻ ഡോക്ടറേറ്റ്. മനസ്സിലായോ? എന്താണെന്ന് അന്വേഷിക്കണം. അല്ലാതെ അധ്യാപകർ പറയുന്നത് കേട്ടിട്ട് പോകാനല്ല നമുക്ക് സ്വന്തമായ ഒരു ബുദ്ധി തന്നത്. താങ്ക് യു. സ്വന്തമായ ഒരു ബുദ്ധിയുണ്ട് നമുക്ക്. ഒരു ലീഡർഷിപ്പിൽ ഉണ്ടാവേണ്ടത് മറ്റുള്ളവർ ഓടിക്കുന്ന വണ്ടിയിൽ ഓടിക്കയറാനല്ല നമ്മൾ ജനിച്ചത്. ഓരോ മനുഷ്യരെയും ഈ ഭൂമിയിലേക്ക് തമ്പുരാൻ അയക്കുമ്പോ മറ്റൊരാൾക്കും ഇല്ലാത്തൊരു രൂപവും ഭാവവും തന്നിട്ടുണ്ട്. മറ്റൊരാളും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ നിനക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ബുദ്ധി തന്നിരിക്കുന്നത്. ആ ബുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. പോകേണ്ട വഴി അറിയണം. ആ വഴി എങ്ങോട്ടായിരിക്കും? താഴോട്ടാണോ മുകളിലേക്കാണോ പോകേണ്ടതെന്ന് അറിയണം. മനുഷ്യന്റെ പ്രത്യേകത, പക്ഷിമൃഗാദികൾക്ക് താഴോട്ടും പോകാനറിയില്ല, മേലോട്ടും പോകാനറിയില്ല. പക്ഷിമൃഗാദികളുടെ ജീവിതത്തിന്റെ ഗ്രാഫ് വരച്ചാൽ അത് സീറോയിൽ നിർത്തും, എക്സ് ആക്സിസിൽ നിർത്തും. എന്നാൽ മനുഷ്യന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ അത് എപ്പോഴും ബസ്സിൽ മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 10 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആനകൾ എങ്ങനെയാ ജീവിച്ചത്? അതേപോലെയാണ് 2024 ജീവിക്കുന്നത്. അല്ലേ? എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ആനകൾ അന്ന് ജീവിച്ചതുപോലെ ഇന്നും ജീവിക്കുന്നു. ഇത്രയും വലിയ തൃശ്ശൂർ പൂരത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോ ലക്ഷക്കണക്കിന് മനുഷ്യക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഏതെങ്കിലും ഒരു ആനയ്ക്ക് ഒരു ട്രൗസർ വെക്കണമെന്ന ചിന്തയുണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. ഇല്ല. അവര് പക്ഷിമൃഗാദികൾ കൂട്ടുന്നില്ല. കൂട്ടുമ്പോ കുറയുന്ന സാധനം എന്താണെന്നറിയോ? കൂട്ടുമ്പോ കുറയുന്ന സാധനം മനസ്സൊന്നും കുറയില്ല. കൂട്ടുമ്പോ കുറയുന്ന സാധനം കറി. ചോറിനോട് കൂട്ടുമ്പോ കുറഞ്ഞു വരും. അല്ലേ? കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന സാധനമാണ് കറി. ഞങ്ങളുടെ നാട്ടിൽ കറിക്ക് പറയുന്ന പേര് കൂട്ടാനാണ്. കൂട്ടാൻ. ചോറിനോട് കൂട്ടുന്നത് കൊണ്ട എന്താണ്? പക്ഷിമൃഗാദികൾ കൂട്ടുന്നില്ല. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. അളന്നളന്ന് കൂട്ടുന്നില്ല. പക്ഷിമൃഗാദികൾ കൂട്ടുന്ന ഒരേ ഒരു ജീവിയായ മനുഷ്യൻ മാത്രമാണ് കൂട്ടുന്നത്. എന്താ കൂട്ടുന്നത്? ഇന്നലെ ഒരു ചോറ് തിന്നു, നാളെ 2 ചോറ് തിന്നണം. കൂട്ടാൻ
കിടക്കാൻ പറ്റുമോ? ഇന്നലെ ഒരു ചുരിദാർ കൊടുത്തു, നാളെ 2 ചുരിദാർ കൊടുക്കാം. ഇന്നലെ ഒരു കട്ടിലിൽ കിടന്നു, നാളെ 2 കട്ടിലിൽ കിടക്കാൻ പറ്റുമോ? പണത്തിന്റെ മേലെ കിടന്നുറങ്ങുന്ന മുകേഷ് അംബാനിക്കും റോഡിൽ തെരുവിൽ കിടക്കുന്ന മനുഷ്യരും ഒരു ചാൺ വയറ് നിറച്ച് നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റും.